ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യ UAE ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ചരിത്രം കുറിക്കുമോ? ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുമോ ഈ നീക്കം? ഡിസംബർ തണുപ്പിലും സ്വർണ്ണവില ചൂടുപിടിക്കുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. കഴിഞ്ഞ മാസം നിലവിൽ വന്ന ഇന്ത്യ UAE ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതുചരിത്രം എഴുതുമെന്നാണ് പ്രതീക്ഷ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപ പരിരക്ഷ ഉറപ്പാക്കുന്നതാകും പുതിയ ഉടമ്പടി. ഇന്ത്യയും UAEയും വർഷങ്ങളായി ശക്തമായ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും മേഖല ഈ വളർന്നുവരുന്ന സൗഹൃദത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. അന്താരാഷ്ട്ര നിക്ഷേപ നിയമ ചട്ടക്കൂടിനോടുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ പുതിയ ഉടമ്പടി പ്രതിനിധീകരിക്കുന്നു. രണ്ട് ശക്തരായ പാശ്ചാത്യേതര രാജ്യങ്ങൾക്ക് പൊതുവായ അടിസ്ഥാനം കണ്ടെത്താനും അവരുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ അടിത്തറ ഉറപ്പിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെക്കുന്ന ഭാവി ഉടമ്പടികൾക്ക് ഇന്ത്യ UAE കരാർ മാതൃകയാക്കാൻ കഴിയും. സാമ്പത്തിക ബന്ധങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഇന്ത്യയുടെ താൽപര്യം ഈ ഉടമ്പടി വ്യക്തമാക്കുന്നു. തർക്ക വിഷയങ്ങളിൽ അന്താരാഷ്ട്ര മധ്യസ്ഥതയെ അവലംബിക്കുന്നു എന്ന സൂചനയും ഉടമ്പടി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. മൂലധനത്തിന്റെയും മാനവ വിഭവ ശേഷിയുടെയും പരസ്പര കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇതിനകം ശക്തമായ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഡിസംബറിൽ സ്വർണ്ണവില വീണ്ടും ശക്തി നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ മാസത്തിൽ ഡോളർ ചൂടുപിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ ഡോളറിന്റെ ശക്തി ക്ഷയിക്കുമെന്നാണ് പല അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കാലങ്ങളായി ഡിസംബറിൽ മോശം പ്രകടനമാണ് ഡോളർ കാഴ്ചവെക്കുന്നതെന്ന് ചീത്തപ്പേരുമുണ്ട്. ഈ പ്രവചനങ്ങൾ സത്യമായാൽ വരും നാളുകളിൽ സ്വർണ്ണവില കൂടും. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ സെപ്റ്റംബർ കാലയളവിനെ അപേക്ഷിച്ച് നിലവിൽ ശക്തമാണെന്നാണ് ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സ്വർണ്ണവിലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം RBIയുടെ ധനസമിതി യോഗം റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. റിപ്പോ നിരക്ക് കൂടിയാലും കുറഞ്ഞാലും സ്വർണ്ണവിലയിൽ മാറ്റം വരാം. റിപ്പോ നിരക്ക് കൂടുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും വ്യക്തികളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി നിക്ഷേപകരുടെ ശ്രദ്ധ മുഴുവൻ ഈ മാസം നടക്കാനിരിക്കുന്ന US ഫെഡ് യോഗത്തിലാണ്. ആഗോള കുരുമുളക് ക്ഷാമം ഉൽപ്പന്ന വില ഉയർത്തി. കാർഷിക മേഖല ചരക്ക് നീക്കം കുറച്ചത് കുരുമുളകിനെ ശക്തമാക്കി. റബ്ബർ വില 200 രൂപയിലേക്ക് ഉയരുമെന്ന ഉൽപാദകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ച് ടയർ ലോബി. വീണ്ടും കൊക്കോ ക്ഷാമം തല ഉയർത്തുമെന്ന ഭീതിയിൽ ചോക്ലേറ്റ് വ്യവസായികൾ. കരുത്ത് നിലനിർത്തി നാളികേരോൽപ്പന്നങ്ങൾ. ആഗോള സുഗന്ധവ്യഞ്ജന വിപണിയിൽ പുതുവർഷത്തിൽ കുരുമുളക് ലഭ്യത ഉയരുമെന്ന ആശങ്കയിലാണ് മുഖ്യ ഇറക്കുമതി രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്കായി പുതിയ കച്ചവടങ്ങൾക്ക് നീക്കം തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനം മുഖ്യ കുരുമുളക് ഉൽപാദന രാജ്യങ്ങളിൽ ചരക്ക് ക്ഷാമത്തിനോ സീസൺ ആരംഭത്തിനോ കാലതാമസം സൃഷ്ടിച്ചേക്കും. പ്രധാന ഉൽപാദന രാജ്യങ്ങളായ വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബ്രസീൽ, മലേഷ്യ എന്നിവ ബൾക്ക് ഓർഡറുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിയുകയാണ്. ഇത് ഇറക്കുമതി രാജ്യങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. വിയറ്റ്നാം കുരുമുളക് കയറ്റുമതി മേഖല തീർത്തും ആശങ്കയിലാണ്. ഓർഡർ പ്രകാരമുള്ള നവംബർ ഷിപ്മെന്റുകൾ യഥാസമയം പൂർത്തിയാക്കാൻ പല കയറ്റുമതി സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞില്ലെന്നതും കുരുമുളക് ക്ഷാമം വ്യക്തമാക്കുന്നു. യൂറോപ്യൻ ബയർമാരിൽ നിന്നും ഓർഡറുകളുടെ കാലാവധി നീട്ടിയെടുക്കാനും ചർച്ചകൾ പുരോഗമിക്കുന്നു. ആഗോള കുരുമുളക് വില ഉയരുന്ന പ്രവണത നിലനിൽക്കുന്നതിനാൽ ബയ്യർമാർ ഷിപ്മെന്റുകൾ ഡിസംബർ അവസാനത്തിലേക്ക് നീട്ടി നൽകാൻ ഇടയുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യ നിരക്ക് ടണ്ണിന് $8,000. മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ നിരക്ക് ഉയർത്തിയാണ് പുതിയ കൊട്ടേഷൻ ഇറക്കിയത്. ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തെ മറ്റു ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും നാമമാത്രമായ ചരക്കാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത്. ആഭ്യന്തര മാർക്കറ്റിലും കുരുമുളകിന് ഡിമാൻഡ് ഉള്ളതിനാൽ വില ഇനിയും ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്ന വിശ്വാസത്തിലാണ് കാർഷിക മേഖല ചരക്കു പിടിക്കുന്നത്. കൊച്ചിയിൽ ഗാർബിളിന് ക്വിന്റലിന് 64,900 രൂപയിൽ നിന്നും 66,100 രൂപയായി. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിലെ നിക്ഷേപ താൽപര്യം ശക്തമായി.
അടുത്ത വർഷം ഓട്ടോ വ്യവസായ മേഖല കൂടുതൽ മികവിലേക്ക് തിരിയുമെന്ന പ്രതീക്ഷകൾ റബ്ബറിനും ടയറിനും ഒരുപോലെ ഡിമാൻഡ് ഉയർത്താം. ഒസാക്കയിലെ മുന്നേറ്റം ചൈന, സിംഗപ്പൂർ മാർക്കറ്റുകളിലും റബ്ബറിന് കരുത്തു പകർന്നതോടെ മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിലും ഷീറ്റിന് ആവശ്യക്കാരെത്തിയത് താഴ്ന്ന തലമായ 20,593 രൂപയിൽ നിന്നും 21,035 രൂപയിലേക്ക് ഉയർന്നു. ജനുവരി-മാർച്ച് കാലയളവിലെ ആവശ്യങ്ങൾക്ക് ചൈനീസ് വ്യവസായികൾ മുൻകൂർ കച്ചവടങ്ങൾ ഉറപ്പിക്കാൻ ഉത്സാഹിച്ചു. മഴ മൂലം തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ടാപ്പിംഗിന് അടിക്കടി സംഭവിക്കുന്ന പ്രതിസന്ധി മുൻനിർത്തി ടയർ കമ്പനികൾ പുതുവർഷത്തിൽ കൂടുതൽ കച്ചവടങ്ങൾക്ക് നീക്കം നടത്താം. കേരളത്തിലെ നിലവിലെ തെളിഞ്ഞ കാലാവസ്ഥ റബ്ബർ വെട്ട് ഊർജിതമാക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. ഇതിനിടയിൽ വിദേശ വിപണികളിൽ നിന്നുള്ള അനുകൂല വാർത്തകൾ ആഭ്യന്തര ഷീറ്റ് വിലയും മെച്ചപ്പെടുത്തി. 190 രൂപയിൽ വിൽപ്പന തുടക്കം കുറിച്ച 4ാം ഗ്രേഡ് 200ലേക്ക് പ്രവേശിക്കുമെന്ന് ഉൽപാദന മേഖല ഒന്നടങ്കം കണക്കുകൂട്ടിയ സന്ദർഭത്തിൽ 4ാം ഗ്രേഡ് 198 നിന്നും 195ലേക്ക് ഇടിഞ്ഞത് സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. അതേസമയം വാരാവസാനം രാജ്യാന്തര മാർക്കറ്റ് കൂടുതൽ ശക്തമാകുന്നത് കണക്കിലെടുത്താൽ അടുത്ത വാരം ഷീറ്റും ലാറ്റക്സ് വിലയും തിരിച്ചുവരവിന് ശ്രമം നടത്താം. പുതുവർഷത്തിലെ ആദ്യ വിളവെടുപ്പിൽ സംസ്ഥാനത്ത് കൊക്കോ ഉൽപാദനം ചുരുങ്ങുമെന്ന സൂചന വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. നവംബർ ആദ്യം മുതൽ കാര്യമായ ഉത്സാഹം കാണിക്കാതെ വിപണിയിൽ നിന്നും അകന്നുമാറിയ ചോക്ലേറ്റ് വ്യവസായികൾ വാരമധ്യം മത്സരിച്ച് കൊക്കോ ശേഖരിച്ചു. കഴിഞ്ഞ വാരത്തിലെ മഴ കാരണം തോട്ടങ്ങളിൽ കൊക്കോ പൂക്കൾ അടർന്നു വീഴാൻ ഇടയാക്കിയ വിവരം പുറത്തുവന്നതാണ് തിരക്കുള്ള ബയിങ്ങിനെ കമ്പനികളെ പ്രേരിപ്പിച്ചത്. മധ്യ കേരളത്തിലും ഹൈറേഞ്ചിലും കൊക്കോ വില കിലോ 700 രൂപയായി ഉയർന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. (2027) സാമ്പത്തിക വർഷത്തോടെ ഹോണ്ട കാർസ് ഇന്ത്യ 3 പുതിയ മോഡലുകളാണ് ഇന്ത്യയിലെത്തിക്കുന്നത്. ഇലക്ട്രിക്, ഹൈബ്രിഡ് വിഭാഗങ്ങളിലായിരിക്കും പുതിയ മോഡലുകൾ എത്തുക. ഇന്ത്യൻ വാഹനപ്രേമികളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞാണ് പുതിയ വാഹനം വിപണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതെന്നാണ് ഹോണ്ട കാർസ് ഇന്ത്യ പ്രസിഡന്റും സിഇഒയുമായ തകുയ സുമൂറ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈബ്രിഡുകളും ഇലക്ട്രിക് ബ്രീഡുകളും ഉൾപ്പെടെയുള്ള വൈദ്യുതീകരിച്ച പവർ ട്രെയിനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കമ്പനി. എഞ്ചിൻ വിഭാഗത്തിലുള്ള നിക്ഷേപം വരും വർഷങ്ങളിലും തുടരുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 സെഡാനും ഒരു SUVയുമാണ് കമ്പനിയുടെ പദ്ധതിയിലുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ വഴിയെ പുറത്തുവിടാമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. സാംസങ്ങിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ആപ്പിൾ. മടക്കാവുന്ന ഐഫോണിന്റെ പണിപ്പുരയിലാണ് കമ്പനി. ഫോൾഡബിൾ ഫ്ലിപ്പ് ഫോണുകൾ അവതരിപ്പിക്കാൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്കിടയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. സാംസങ്, മോട്ടറോള, വൺപ്ലസ് എന്നിവയ്ക്ക് പിന്നാലെ ആപ്പിളും മടക്കാവുന്ന സ്മാർട്ട് ഫോൺ ഉടൻ വിപണിയിലെത്തിക്കും. ഏതാണ്ട് 2026ഓടെ ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോണുകൾ വിപണിയിലെത്തിത്തുടങ്ങുമെന്നാണ് സൂചന. സ്ക്രീനിനായി ആപ്പിൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഫോൺ എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും അനുവദിക്കുന്ന ഒരു പ്രത്യേക ഹിഞ്ച് ഡിസൈൻ ഉൾപ്പെടുത്തുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. ഹാർഡ്വെയർ, പുതിയ പ്രോസസറോടെ നവീകരിച്ച ക്യാമറ എന്നിവ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. പുതിയ ഫോൺ ഒരു പുസ്തകം പോലെ മടക്കുന്നതാണോ അതോ ക്ലാംഷെൽ പോലെ തുറക്കുന്നതാണോ എന്നതെല്ലാം കാത്തിരുന്നു കാണാം. വിനോദവാരം. ഈ മാസം സിനിമാ പ്രേമികൾക്ക് മുന്നിലെത്തുന്നത് കൗതുകമുണർത്തുന്ന ത്രില്ലറുകൾ മുതൽ ഹൃദയസ്പർശിയായ കഥകൾ വരെ. പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി സിനിമകളാണ് ഈ മാസം തിയേറ്ററുകളിലെത്തുന്നത്. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് ഈ മാസം 19-ന് തിയേറ്ററുകളിലെത്തും. ദിലീഷ് പോത്തൻ, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശ്യാം പുഷ്കരനാണ്. ഉണ്ണി മുകുന്ദന്റെ ആക്ഷൻ ഡ്രാമ ചിത്രം മാർക്കോ ഡിസംബർ 20-ന് റിലീസ് ചെയ്യും. ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഓഡിയോ ഡിസ്ക്രിപ്ഷൻ, ക്രോസ്ഡ് ക്യാപ്ഷൻ സംവിധാനങ്ങൾ എന്നിവ സിനിമയിൽ നിയമപ്രകാരം ഉൾപ്പെടുത്തുന്നുണ്ട്. കാഴ്ചയ്ക്കും കേൾവിക്കും പരിമിതിയുള്ളവർക്കും മാർക്കോ ആസ്വദിക്കാം. സുരാജ് വെഞ്ഞാറമൂട് നായകനാകുന്ന ഒരു ഡാർക്ക് കോമഡി ചിത്രമായ എക്സ്ട്രാ ഡീസന്റ് ഡിസംബർ 20-ന് റിലീസ് ചെയ്യും. അമീർ പള്ളിക്കലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ട്രെയിലർ സൂചനയിൽ നിന്ന് ഒരു സൈക്കോ കഥാപാത്രമായാണ് സുരാജ് എത്തുന്നത്.
മോഹൻലാലിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 3D ഫാന്റസി ഡ്രാമയായ ബറോസ് ക്രിസ്തുമസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തും. തമിഴ്, തെലുങ്ക് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഭാഷകളിലേക്ക് ചിത്രം ഡബ്ബ് ചെയ്യും. പോർച്ചുഗീസ് പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്ന കഥയിൽ 3D ഫാന്റസി ചിത്രമായാണ് ബറോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. 100 കോടി രൂപയാണ് മുതൽ മുടക്ക്. ഹണി റോസ് പ്രധാന വേഷത്തിലെത്തുന്ന റേച്ചൽ ജനുവരി 10 തിയേറ്ററുകളിലെത്തും. പുതുമുഖ സംവിധായികയായ ആനന്ദിനി ബാലയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രതികാരത്തിന്റെ കഥ പറയുന്ന റേച്ചൽ കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിലും പുറത്തിറങ്ങും. ഇനി പ്രധാന ഇവന്റുകൾ. ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഈ മാസം 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത്. മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ കോഴിക്കോട്ട് നടക്കും. ഈ മാസം 20 മുതൽ 29 വരെയാണ് പ്രദർശനം. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.